പെൻഷൻ കിട്ടിയ മാസം ഇല്ല ഇല്ല ഇല്ലേ? ഇല്ല അതെ. കിട്ടാത്തത് 10 വർഷത്തിന് ശേഷം പെൻഷൻ ലഭിക്കാത്ത പെരുന്നാൾ ദിനമെന്ന് CPIM മെയ് 25 മുതൽ പെൻഷൻ നൽകുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും അക്കൗണ്ടിൽ എത്തിയില്ല. LDF സർക്കാരിന്റെ കാലം. എന്റെ സുഹൃത്തുക്കളെ, ചില കാര്യങ്ങളൊക്കെ നമ്മൾ മുൻകൂട്ടി പറയുമ്പോഴേ ചില ആളുകൾക്ക് ഭയങ്കര ചൊറിച്ചില. എന്റെ സുഹൃത്തുക്കളെ, ഇതാ ഒരു മാസമായിട്ടില്ല. അക്കൗണ്ടിലാണെങ്കിൽ ഏകദേശം 6000 കോടി ബാക്കി വെച്ചിട്ടാണ് പിണറായി വിജയൻ സർക്കാർ അങ്ങോട്ട് ഇറങ്ങിപ്പോയിട്ടുള്ളത്. ഇതെല്ലാം നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. നമ്മുടെ കേരളം ഇത് ഏറെ ചർച്ച ചെയ്തതാണ്. ഇങ്ങനെയുള്ള ഈ സമയത്തും ഇപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് കിട്ടുന്ന ഒരു വാർത്ത, പെൻഷൻ കിട്ടിയിട്ടില്ല. വാർദ്ധക്യ പെൻഷൻ 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് മുഴുവൻ കൊടുക്കുന്ന പെൻഷനാണ്. ഇവിടെ UDF സർക്കാർ വരുന്നതിന് മുമ്പ് ഇവർ 5 ഗ്യാരണ്ടി പറഞ്ഞായിരുന്നു. അതിലത്തെ ഒരു ഗ്യാരണ്ടിയുടെ സമയം അടുത്ത മാസം 15-ാം തീയതിയാണ് അതിലത്തെ ഒരു ഗ്യാരണ്ടി കിടക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട് കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു ഗ്യാരണ്ടിയാണ്. ഇന്നതൊക്കെ ചർച്ച ചെയ്യാൻ ഇവർക്ക് സമയം ഉണ്ടാകുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ ഇപ്പോഴേ പറയുന്നു, അടുത്ത മാസം 15-ാം തീയതിയാണ് സ്ത്രീകൾക്ക് ഫ്രീ യാത്ര, KSRTC ബസ്സിൽ ഫ്രീ ബസ് യാത്ര പറഞ്ഞിട്ടുള്ളത്. അതന്ന് നടക്കാൻ പോകുന്നില്ല. തീർച്ചയായിട്ടും അത് അടുത്ത മാസത്തേക്ക് വീണ്ടും ഒരു മാസം കൂടി, എല്ലാ മാസവും 15 ഉണ്ടല്ലോ എന്ന രീതിയിൽ വീണ്ടും അടുത്ത മാസം 15-ാം തീയതിയിലേക്ക് ആ ഒരു സംഗതി നീട്ടപ്പെടാൻ അല്ലെങ്കിൽ നീക്കി വയ്ക്കാനുള്ള സാധ്യത നമ്മുടെ മുമ്പിൽ കാണുന്നത്. ഇപ്പൊ കിട്ടുന്നൊരു വാർത്ത പെൻഷൻ മുടങ്ങി എന്നുള്ളതാണ്. കഴിഞ്ഞൊരു 10 വർഷത്തെ അല്ലെങ്കിൽ ഇതടക്കെടുക്കാശിൽ 11 വർഷത്തെ ചരിത്രം വെച്ച് നോക്കുമ്പോൾ ആദ്യമായിട്ട് പെൻഷൻ മുടങ്ങിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ്. ഇവർ അധികാരത്തിൽ കയറിയിട്ട് എത്ര ദിവസങ്ങളായിട്ടുള്ളൂ? ഒരു മാസം തികഞ്ഞോ? ഒരു മാസം തികഞ്ഞിട്ടില്ല. ഒരു മാസം തികയുന്നതിന് മുമ്പ് തന്നെ ഈ പെൻഷൻ എല്ലാവരുടെ അക്കൗണ്ടിലേക്ക് എത്തുക എന്ന് പറയുന്ന ആ ഒരു പ്രോസസ് പോലും കൃത്യമായിട്ട് ഇവർക്ക് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ഇവരെ ഈ 5 ഗ്യാരണ്ടിയിൽ പറഞ്ഞിരിക്കുന്നത് ഈ പെൻഷൻ 3000 രൂപയായിട്ട് ഉയർത്തുമെന്ന. അത് ഉയർത്തിയിട്ടില്ല. അതിന് പകരം ഇവർ പറഞ്ഞിരുന്നത് 3000 ഉയർത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, ആ LDF സർക്കാർ കൊടുത്തിരുന്ന ആ 2000 തന്നെയാണ് കൊടുക്കാൻ പോകുന്നത്. അതടക്കം കൃത്യമായിട്ട് അക്കൗണ്ടിലേക്ക് എത്തിയിട്ടില്ല. എല്ലാ മാസവും ഏതൊക്കെ വിശേഷ ദിവസങ്ങൾ വരുന്നോ അതിന് തൊട്ട് മുമ്പായിട്ട് ആളുകളുടെ കയ്യിലേക്ക്, ഈ 60 വയസ്സ് കഴിഞ്ഞ ആളുകളുടെ കയ്യിലേക്ക് അത് കിട്ടുമായിരുന്നു. അത് കിട്ടുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത്. ഒരു അമ്മൂമ്മയുടെ ഒരു വീഡിയോ ഇപ്പോൾ ഗംഭീരമായിട്ട് വൈറലായിട്ടുണ്ട്. അതാണ് ഞാൻ തുടക്കത്തിൽ കാണിച്ചു തന്നെ. വേണമെങ്കിൽ അതൊന്നുകൂടി കേൾക്കാം. അതൊക്കെ പോട്ടെ, പെൻഷൻ കിട്ടിയ മാസം ഇല്ല ഇല്ല ഇല്ലേ? ഇല്ല അതെ. കിട്ടാത്തത് അവരെ ഭരണം വന്നപ്പോ ആഴ്ചയായപ്പോഴേക്കും മാസം ഞങ്ങൾക്ക് പാവങ്ങൾക്ക് കിട്ടി. എത്ര രൂപ വെച്ച് കിട്ടിയെന്ന്? 2000 രൂപ ഇപ്പൊ വെച്ച് കിട്ടിയിട്ടല്ലേ. ഇപ്പൊ പിന്നെ എന്നിട്ട് പിന്നെ പായി തുടങ്ങിയെന്നാണ് പറയുന്നത്. അതെ. കണ്ടില്ലേ, ആ അമ്മ പറയുന്നത് സാധാരണക്കാർക്ക് പറയാനുള്ള ഇതൊക്കെ തന്നെയാണ്. ഇതിനപ്പുറത്തൊന്നും പറയാനില്ല. അവർക്ക് കിട്ടേണ്ടത് അവർ എല്ലാ മാസവും പിണറായി വിജയൻ സർക്കാർ ഒരു സ്നേഹം പോലെ കൊടുത്തിരുന്ന 2000 ആ കറക്റ്റ് സമയത്ത് അവരുടെ കയ്യിലേക്ക് കിട്ടണമെന്നാണ്. ചിലപ്പോൾ ഈ സമയങ്ങളൊക്കെ മാറ്റി വയ്ക്കും. അതായത് ചില ഓണമോ വിഷുവൊക്കെ വരികയാണെങ്കിൽ അതിൻ്റെ തൊട്ട് മുമ്പുള്ള ഡേറ്റിലേക്കൊക്കെ ഒരുപക്ഷെ ഒരു മാസത്തെ ലാസ്റ്റ് 25, 26, 5 ഒക്കെ കൊടുക്കുന്നത് ചിലപ്പോൾ എന്ത് ചെയ്യും, ആ ഓണം 15-ാം തീയതി ആണെങ്കിൽ അതൊരു 5 ദിവസം മുമ്പോ 10 ദിവസം മുമ്പോ ഒക്കെ ഇവന്മാരെ കയ്യിലേക്ക് എത്തണം. ഇതവർക്ക് ഉപകാരപ്പെടണം എന്നുള്ളതാണ്. ഈ പണം അവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഇവരെ കയ്യിലേക്ക് കിട്ടണമെന്നായിരുന്നു പിണറായി വിജയൻ സർക്കാർ ആഗ്രഹിച്ചിരുന്നതും അവർ ചെയ്തിരുന്നതും. ആ ഒരു പ്രോസസ്സാണ്, ആ ഒരു കൃത്യമായിട്ടുള്ള ആളുകളെ കയ്യിലേക്കുള്ള കിട്ടലാണ് ഇപ്പോൾ മുടങ്ങി പോയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ CPM ആരോപിക്കുന്നത്. കൃത്യമായിട്ട് നമുക്ക് CPMന്റെ സൈറ്റിലേക്ക് കയറി നോക്കുകയാണെങ്കിൽ CPM വ്യക്തമായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ഫോട്ടോ ഇങ്ങനെയാണ്. പെൻഷൻ കിട്ടാത്ത ആദ്യത്തെ പെരുന്നാൾ എന്നാണ്. പെൻഷൻ കിട്ടാത്ത പെരുന്നാൾ, അക്കൗണ്ടിൽ പണം എത്തിയിട്ടില്ല എന്നാണ് ഇന്ന് CPMന്റെ സൈറ്റിൽ കാണുന്നത്. ഒരു ഗംഭീര എഴുത്തുകൂടിയുണ്ട്. 10 വർഷത്തിന് ശേഷം പെൻഷൻ ലഭിക്കാത്ത പെരുന്നാൾ ദിനം എന്ന് തുടങ്ങിയിട്ടാണ് ഒരു എഴുത്ത്. വേണമെങ്കിൽ നിങ്ങൾക്കത് വായിക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. 10 വർഷത്തിന് ശേഷം പെൻഷൻ ലഭിക്കാത്ത പെരുന്നാൾ ദിനം. UDF സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷമുള്ള ആദ്യ വിശേഷ അവസരമായ ബക്രീദിന് പോലും പെൻഷൻ ഉറപ്പാക്കാൻ കഴിഞ്ഞില്ല. 25 മുതൽ പെൻഷൻ നൽകുമെന്ന് VD സതീശൻ പ്രഖ്യാപിച്ചെങ്കിലും
ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ അക്കൗണ്ടിൽ പണം എത്തിയിട്ടില്ല. LDF സർക്കാരിൻ്റെ കാലത്ത് ഓണം, ക്രിസ്മസ്, ചെറിയ പെരുന്നാൾ തുടങ്ങിയ മലയാളികളുടെ എല്ലാ വിശേഷ അവസരങ്ങളിലും മുൻകൂറായി ക്ഷേമ പെൻഷൻ ഉറപ്പാക്കിയിരുന്നു. കഴിഞ്ഞ വിഷുവിനടക്കം 2 മാസത്തെ പെൻഷൻ ആളുകളിലെത്തി. 18 മാസം ക്ഷേമ പെൻഷൻ മുടക്കിയ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തേക്കുള്ള തിരിച്ചുപോക്കിന് തുടക്കമാണ് ഇതെന്നാണ് ആളുകൾ പറയുന്നത്. ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുമെന്ന് പ്രഖ്യാപിച്ച് അധികാരത്തിൽ എത്തിയവരാണ് നിലവിലുള്ള പെൻഷൻ പോലും കൃത്യമായിട്ട് ആളുകൾക്ക് എത്തിക്കാത്തത്. ചരിത്രത്തിലേക്ക് നമ്മൾ പോകുക തന്നെ വേണം, 100% പോകണം. ഉമ്മൻചാണ്ടി ഗവൺമെൻറ്, ആ ഒരു ഗവൺമെൻറ് കാലത്ത് വെറും 600 രൂപയായിരുന്നു പെൻഷൻ. അത് തന്നെ 14 മാസത്തോളം അവർ കൊടുത്തില്ല. അവസാനം പിണറായി വിജയൻ സർക്കാർ വന്നിട്ട് ആദ്യമായിട്ട് ചെയ്ത നടപടി എത്ര പെൻഷനാണോ കൊടുക്കാതെ വെച്ചിരുന്നത്, എത്ര രൂപയാണോ കൊടുക്കാതെ വെച്ചിരുന്നത്, അത് മുഴുവൻ ബൾക്കായിട്ട് മുൻകാല പ്രാബല്യത്തോടെ, അങ്ങനെയൊക്കെ പറയും, മുൻകാല പ്രാബല്യത്തോടെ വലിയ തുകയായിട്ട് ചില ആൾക്കാരുടെ കയ്യിൽ 16,000, 20,000 ഒക്കെ വാങ്ങിച്ച ആൾക്കാരുണ്ട്. കാരണം അത്രയും കിട്ടാനുണ്ടായിരുന്നു. ഒരു കുടുംബത്തേക്ക് അത്രയും തുകയൊക്കെ ചില ആളുകൾക്ക് കിട്ടും. അത്രയൊക്കെ മുടങ്ങിപ്പോയൊരവസ്ഥ ഉണ്ടായിരുന്ന അർത്ഥം. അങ്ങനെ കിട്ടിയിരുന്നു നമ്മുടെ നാട്ടിലത്തെ ആളുകൾക്ക്. ഒന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെ കൊടുത്തിരുന്ന, അതിനുശേഷം പിന്നീട് ഒരു തവണ പോലും മുടക്കമില്ലാതെ കൊടുത്തിരുന്ന ആ ഒരു പെൻഷനാണ് ഇപ്പോൾ ഇവർക്ക് കിട്ടാതിരിക്കുന്നത്. നമ്മൾ കണ്ടു കുറച്ചേത്ത ഒരു മുത്തശ്ശിയെ. ഇങ്ങനത്തെ മുത്തശ്ശിമാർക്ക് ഇത് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഈ മാസം പെൻഷൻ കിട്ടിയിട്ടില്ല. 28-ാം തീയതി. അതിനിപ്പോ സർക്കാർ ഇപ്പൊ അതിൽ വന്നല്ലേ ഉള്ളൂ. അന്നാണെങ്കിലും അതത് ഗവൺമെന്റിന്റെ പിണറായി വിജയന്റെ പൈസ നമുക്ക് എടുക്കണില്ലേ, പാവങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടുള്ളത്. അതെന്ത് എടുത്തു കൊടുക്കാൻ എന്തോ സ്ത്രീകൾക്ക് വേണ്ടി KSRTC ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാനുള്ള. അല്ല, അത് അവര് ചെയ്താണ്. അവര് ചെയ്തിട്ടില്ല, പറഞ്ഞാണ്. ആ മുത്തശ്ശി അടക്കം വളരെ കൃത്യമായിട്ട് പറയുന്നത് പിണറായി വിജയൻ സർക്കാരിൻ്റെ പൈസ അവിടെ ഇല്ലേ എന്നാണ്. അതായത് ഇവർക്ക് അറിയാം, നല്ല നോളജും ഉണ്ട്. അവർ പറയുന്ന 6,000 കോടി രൂപ ഇപ്പോഴവിടെ കിടക്കുന്നുണ്ട്, അതെടുത്ത് കൊടുത്താൽ പോരെ. ഖജനാവ് കാലിയൊന്നും അല്ല എന്ന് നമുക്ക് എല്ലാവർക്കും വ്യക്തമായതാണ്. അവർ ധവളപത്രം ഇറക്കുമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞായിരുന്നു, ഇവർ ധവളപത്രം ഇറക്കാൻ പോകുന്നില്ല. ഇറക്കി കഴിഞ്ഞാൽ ഇവർ പറയുന്ന വാക്കുകളൊക്കെ മുടിഞ്ഞു പോകും. അത്രയേറെ നുണകളാണ് പറഞ്ഞിരുന്നത്. ഖജനാവ് കാലിയാണ്, പൂച്ച പെറ്റ് കിടക്കുക എന്നായിരുന്നു ആന്റണി സാർ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇതൊക്കെ പച്ചയ്ക്ക് നുണയാണ് ഞങ്ങൾ പറഞ്ഞിരുന്നതെന്നുള്ള ഒരു തെളിവ്, ഒരു സർട്ടിഫിക്കറ്റ് CPM ഗവൺമെന്റിനാണ്ട് കൊടുക്കുന്ന പോലെ ആയിരിക്കും ഇവർ ധവളപത്രം ഇറക്കി കഴിഞ്ഞാൽ. സ്വാഭാവികമായിട്ടും അവർ ആ ധവളപത്രം ഇറക്കില്ല. ഇനി തീരെ ഇറക്കാനും പോകുന്നില്ല. കാരണം ഇവരുടെ ഉള്ളിൽ തന്നെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ അടങ്ങിയിട്ട് ഇനി ഇതിലേക്കൊക്കെ തിരിയുള്ളൂ എന്നർത്ഥം. എന്തായാലും വാർത്ത എങ്ങനെയാണ്? 10 വർഷത്തിന് ശേഷം പെൻഷൻ ലഭിക്കാത്ത പെരുന്നാൾ ദിനമെന്ന് CPIM മെയ് 25 മുതൽ പെൻഷൻ നൽകുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും അക്കൗണ്ടിൽ എത്തിയില്ല. LDF സർക്കാരിന്റെ കാലത്ത് വിശേഷ ദിവസങ്ങളിൽ മുൻകൂറായി പണം നൽകിയെന്നും CPIM ചൂണ്ടിക്കാട്ടി. അർജുൻ രാജാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അർജുൻ രാജ, മെയ് 25 മുതൽ. ശരി, അർജുൻ രാജന്റെ വിശദാംശങ്ങളൊക്കെ അവിടെ കിടക്കട്ടെ. എന്റെ ചോദ്യം പലപ്പോഴും ചിലപ്പോഴൊക്കെ ഞാൻ ആവർത്തിക്കാറുണ്ട്. ആ ചോദ്യം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. എല്ലാവർക്കും സന്തോഷമായല്ലോ അല്ലേ? അനുഭവിച്ചോളെ. ബൈ.